നടക്കാന്ന് നമ്മളിങ്ങനെ ജീപ്പൊക്കെ വെയിറ്റ് ആക്കിനെ പിന്നെ നടന്നാലല്ലേ അതിന്റെ വൈബ് കിട്ടുള്ളൂ. അങ്ങനെ നടന്ന് അങ്ങനെ നമ്മൾ മേലെത്തി കഴിഞ്ഞപ്പോ എന്റെ മോനെ സ്റ്റാർട്ടിങ് തന്നെ എന്റെ മോനെ മാരകമായ കോട. പക്ഷെ തണുപ്പൊന്നും ഉണ്ടാവില്ല, പക്ഷെ പ്രകൃതിയിലെ കോട അടിപൊളിയാണ്. എന്ത് പറയാ വെച്ചാൽ എത്ര ആൾക്കാരുണ്ട്, ഫാമിലി ആയിട്ടും ചെക്കന്മാരായിട്ടും അടിപൊളി പ്ലേസ്, എല്ലാവർക്കും പറ്റിയ പ്ലേസ്. പിന്നെ അങ്ങനെ നല്ല കാറ്റോടാണ് നടക്കാൻ വിചാരിച്ചു. ഏത് സുഖം ഇരുന്ന മോനെ പിന്നെ നീച്ചൂല, ഉറങ്ങിയാണ്ട് പോകും. കണ്ടിന്യൂ നമ്മുടെ ടാർഗറ്റ് എത്തിയില്ല, ടാർഗറ്റ് കുരിശുമലല്ലേ. അപ്പം അതെത്തുന്ന വരെ ഈ നടത്തം വീണ്ടും മലകളാണെങ്കിലും കുന്നുകളാണെങ്കിലും നമുക്കതൊരു വിഷയമേ അല്ല എന്ന് പറയാം. പിന്നെ ഏതായാലും ഇൻസ്റ്റാഗ്രാമിൽ റീലിടാ വിചാരിച്ചു ഒരു റീൽസ് കൊടുത്ത്, അതിപ്പോൾ എഡിറ്റ് ആക്കിയിട്ടൊന്നുമില്ല. നിങ്ങളിങ്ങനെ നോക്കി ഞാനിങ്ങനെ ഫ്രെയിമിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾ വിചാരിച്ചു ഞാൻ വലിയ സംഭവമായിട്ടൊന്നുമല്ലോ. ഇതുപോലത്തെ വ്യൂ ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിലോ ഇവിടെ തന്നെ വരണം. നല്ല ഷൂട്ടിനൊക്കെ പറ്റിയ ക്ലൈമറ്റ് ആണെങ്കിലും പ്ലേസ് ആണെങ്കിലും കക്കാടംപുഴയിൽ തന്നെ. അങ്ങനെ ഏതായാലും വീണ്ടും കുന്നുമലയും കയറാൻ വിചാരിച്ചു. അങ്ങനെ ലാസ്റ്റ് ഫൈനലി നമ്മളെ പ്ലേസ് എത്തി ഗൈസ്, കുരിശുമല. ലക്ഷ്യസ്ഥലത്തെത്തി കുറച്ചാടെ കഴിഞ്ഞ് കുറച്ചാടെ ഇരിക്കാന്ന് വിചാരിച്ചു ഗൈസ്. ഏതാറിയോ ക്ഷീണിച്ചിട്ടുണ്ടല്ലോ, എന്താ ഇപ്പം അങ്ങനെയൊക്കെ പറയാം. ഏതായാലും കണ്ടപ്പോൾ തിരിച്ചു പോകുന്നു വിചാരിച്ചു. പിന്നെ ഓവർ ലേറ്റ് ആയ മോനെ മുമ്പുള്ള ആൾക്കാരും ബാക്കിലുള്ള ആൾക്കാരും വരെ കാണില്ല. അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ പെരത്തണമെന്നൊന്നുമില്ല, മലമന്ന് അടിയൊക്കെ പോകുമെന്ന് വിചാരിച്ചാണ്ട് നമ്മൾ നേരെ അടിയിക്കാൻ. എന്നോടൊപ്പം ഇതിനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. എൻ്റെ മോനെ ഞാൻ വിചാരിച്ചൊക്കെ നടക്കാൻ ആരോട് വിചാരിച്ചു പഠിച്ചോ ജീപ്പ് മുമ്പിലുണ്ടെങ്കിൽ ഇപ്പോൾ സുഖമായിട്ട് പോകാനല്ലോ, നടക്കേണ്ട ആവശ്യമില്ലല്ലോ. കണ്ട് മോനെ മുമ്പിൽ തന്നെ ജീപ്പ്, സമാധാനം. ടിക്കറ്റ് എത്ര 50 ഉറുപ്പിക ഇറങ്ങാൻ. അങ്ങനെ നമ്മളെ ജീപ്പിലെ യാത്ര തുടങ്ങി. നമ്മൾ നേരത്തെ ജീപ്പ് കയറുന്നത് പോകണതൊക്കെ കുറെ കണ്ടിട്ടില്ല. നമുക്ക്